ഫ്രണ്ട്സ്, വെൽക്കം ടു കത്താൻ ക്രാഫ്റ്റ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുറേ നാളായി നിങ്ങളെയൊക്കെ നേരിക്കണിട്ട്. പിന്നെ ഇന്ന് ഞാൻ എൻ്റെ ഇളയ മോളുടെ മുടി ഭയങ്കരമായിട്ട് കൊഴിച്ചിലായിരുന്നു. അപ്പം ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ മുടിയൊക്കെ ഒന്ന് മുറിച്ചതിന് ശേഷം അതൊന്ന് ട്രീറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി ഞാൻ എല്ലാ സൺഡേയിലും അവൾക്ക് കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണത്. അപ്പോൾ സൺഡേ ലീവാണ്. സൺഡേയിൽ എന്ത് ചോദിച്ചാൽ എല്ലാ സൺഡേയിലും ഞാൻ ഹെയർ മസാജ് ചെയ്യും. അപ്പോൾ അതിലെന്തൊക്കെയാണ് ഇടുന്നതും ഇന്ന് ഹെയർ മസാജ് നമ്മൾ എല്ലാ സൺഡേയിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ ആ കൊഴിച്ചിൽ കുറഞ്ഞ് ഗ്രോത്ത് വരികയും ചെയ്യും. അപ്പോൾ ഞാൻ ഡെയിലി ശരിക്കും നമുക്കൊരു 1 hour മസാജ് ചെയ്താൽ മാത്രമേ മുടി കൊഴിച്ചിൽ മാറുകയുള്ളൂ. അത് മാത്രമല്ല ബ്ലഡ് സർക്കുലേഷൻ നല്ലതായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നോക്കാമെന്ന്. നമുക്ക് ഫസ്റ്റിലൊരു കപ്പ് എടുത്തതിന് ശേഷം ഇത് നോക്കിയുള്ളൂ, പിൽഗ്രീം ബയോട്ടിക് ഹെയർ ഗ്രോത്ത് ഓയിലാണ്. ഇത് ബെസ്റ്റാണ്, നമ്മുടെ ഹെയർ ഫോൾസിന് ഏറ്റവും ബെസ്റ്റ് ഓയിലാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 395 രൂപയാണ്. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയുടെ വൈറ്റ് മാത്രം മതി. പിന്നെ നമുക്കൊരു വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റും വേണം. ഇത് 3 കൂടി മാത്രം മതി ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്കിന് വേണ്ടി. അപ്പോൾ നമുക്കിനി മസാജ് ചെയ്യാം. ഇരിക്കും ഫുള്ള് ഇങ്ങനെ പൊഴിയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പല ട്രാവലിംഗ് ഒക്കെ ചെയ്തിട്ട് വന്നപ്പോഴത്തേനും ഫുള്ള് പൊഴിയുക. അപ്പോൾ ഞാൻ ബോയ്ക്കോട്ട് ചെയ്യിപ്പിച്ചു. നമുക്ക് ഓരോ റൂട്ടിൽ ശരിക്കും പുരട്ടിയതിന് ശേഷം ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് ആയിട്ട് നമുക്ക് പുരട്ടണം. വൺ അവർ ഹെയർ മസാജ് ഇതുപോലെ ചെയ്യണം. എന്നാൽ മാത്രമേ എല്ലാ മുടികളിലും അതുപോലെ തന്നെ റൂട്ടിലും പിടിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നോക്കുക, എൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫോൾസ് ആയിട്ടുള്ള മുടികളെല്ലാം നമ്മുടെ കയ്യിലിങ്ങി പോരുകയും ചെയ്യും. അത് കണ്ട് വിഷമിക്കേണ്ട. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ മുടി കൊഴിച്ചിലൊക്കെ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ. മസാജ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾക്കായിട്ട് വലിയവർക്കായിട്ട് എല്ലാവർക്കും, ജെൻസിനായിട്ട് ലേഡീസിനായിട്ട് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ നമുക്ക് എന്നാണോ നമുക്ക് പറ്റുന്ന എല്ലാ വീക്കിലും ഒരു ദിവസം നമുക്ക് ചെയ്യുവാണെങ്കിൽ നല്ലതായിട്ട് പൊഴിയുന്നത് കുറഞ്ഞു വരും. ഈ ഫസ്റ്റ് ഡേ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സൺഡേയിലാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതേപോലെ തന്നെ കുറച്ച് കറ്റാർവാഴപ്പുളിയൊക്കെ ഇട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ നമ്മൾ മസാജ് ചെയ്തതിന് ശേഷം 1 hour നമ്മൾ ഇതുപോലെ തന്നെ ഇരുന്നതിന് ശേഷം വേണം കുളിക്കാൻ. എനിവേ നമുക്ക് ഷാമ്പു ഒന്നും ഇടേണ്ട ആവശ്യമില്ല. സ്മെല്ലേ ഇല്ല, മുട്ടയുടെ സ്മെല്ലൊന്നുമില്ല. നല്ലതായിട്ട് കഴുകി കുളിച്ച് കയറിയാൽ മാത്രം മതി. പിന്നെ വേണ്ടവർക്ക് ചെമ്പരത്തിയുടെ താളിയോ പഞ്ഞിയുടെ ഇലയുടെ താളിയോ എല്ലാം ഇട്ടിട്ട് മാത്രം ഒന്ന് ചെയ്താൽ മാത്രം ഇത് ശരിക്കും ഒരു താളി പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു ട്രൈ ചെയ്ത് നോക്കുക, സജഷൻസൊക്കെ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും ഇടണം. അപ്പോൾ ഓക്കെ, ബൈ.